വാർത്തകളിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ നിന്നുള്ള വാർത്തകളാണ് അടുത്തത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ 14ാമത്തെ ദിവസമായി ഇന്നും തുടരുകയാണ്. ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ 2 ആഴ്ച പൂർത്തിയാവുകയാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും ഈ ദുരന്തം ഉണ്ടായിട്ട്. ഇന്ന് ഏത് രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്? തുടർച്ചയായ 14ാമത്തെ ദിവസമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ നിന്ന് കാണാതായിരിക്കുന്ന 133 പേരെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ തെരച്ചിലിൽ മാത്രം 2000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. അവർ പ്രധാനമായി മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്തിയ ചില മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം അനിവാര്യമായി വന്നിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ മൃതദേഹ ഭാഗങ്ങൾ അടക്കം ഇന്ന് എയർലിഫ്റ്റ് ചെയ്യും. അതോടൊപ്പം പ്രധാനമായി ഇന്ന് ചാലിയാർ പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടന്നത്. മുണ്ടേരി ഫാം പ്രദേശം തുടങ്ങി 5 കിലോമീറ്റർ അപ്പുറത്ത് നീളുന്ന തരത്തിലായിരുന്നു തെരച്ചിൽ നടപടികൾ. NDRF സേനാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ അവരടങ്ങുന്ന 60-അംഗ സംഘമാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 6 കിലോമീറ്റർ ഭാഗത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പമാണ് പാണാൻകയത്തിൽ, വനമേഖലയാണ്, പാണാൻകയത്തിൽ 50-അംഗ സംഘം വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. സ്വാഭാവികമായി 2 സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തെരച്ചിലിൽ മൃതദേഹ ഭാഗങ്ങളടക്കം കണ്ടെത്തിയാൽ അവയെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഈ കാണാതായവരെക്കുറിച്ച് മറ്റ് സൂചനകളൊന്നും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി എത്ര ദിവസം ഇങ്ങനെ അങ്ങ് തെരച്ചിൽ തുടരാമെന്ന ഒരു വലിയ ശ്രമകരമായ ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായി മന്ത്രിസഭാ ഉപസമിതി അടക്കം കൽപ്പറ്റയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ കൂടി റവന്യൂ അധികൃതരുമായി സംസാരിച്ചായിരിക്കും എന്നുവരെ ഇങ്ങനെ തെരച്ചിൽ തുടരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ കൂടി ഈ രക്ഷാദൌത്യം ഇങ്ങനെ തന്നെ തുടരും. ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് സൂചന. എന്തായാലും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം സഹായത്തോടെയാണ് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. 14ാമത്തെ ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി ന്യൂസ് 18-മായി സംസാരിക്കുകയുണ്ടായി. ചൂരൽമല, മുണ്ടക്കൈ മേഖലകൾ വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5 സെക്ടറുകളായി തിരിച്ച് കാണാതായവർക്ക് വേണ്ടി തെരച്ചിലും നടത്തുന്നുണ്ട്. ദുഷ്കരമായ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നത് വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പരിശോധനകൾ നടന്ന ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്ന് മാറി വനമേഖലകൾ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടക്കുന്നുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്ന് അറിയുന്നതിനു വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി എന്നോടൊപ്പം ചേരുന്നു. മന്ത്രിസഭാ ഉപസമിതിയുടെ കൂടി ഒരു നിർദ്ദേശമുണ്ടോ ഇങ്ങനെ ഒരു വിദഗ്ധ സമിതി? ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് മീറ്റിംഗിൽ ആലോചിച്ച കാര്യങ്ങളാണ്. ചാലിയാർ ഒരു 40-40 കിലോമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് സാധ്യത അവിടെയാണ്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തെരച്ചിലിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുക. ചാലിയാറിൽ ഇതുവരെയുള്ളതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തി 5 സെക്ടറായി തിരിച്ചു. ആ സെക്ടറുകളിൽ ഏതൊക്കെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ഇന്നലെ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അതിൽ ഫോഴ്സസോടൊപ്പം തന്നെ ചില നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എന്നാൽ സെക്ടർ 1-ൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചിട്ടില്ല. കാരണം സെക്ടർ 1 കുറെ കൂടി ഹൈ റിസ്ക് ഉള്ള തെരച്ചിൽ നടക്കേണ്ടത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ വേണ്ടതില്ല, ഫോഴ്സ് മാത്രമാണുള്ളത്. ബാക്കി ഇടങ്ങളിൽ ഓരോ സ്ഥലത്തും ഡിപ്ലോയ് ചെയ്തു. ചിലയിടത്ത് 40-അംഗ ടീമുണ്ട്, ചിലയിടത്ത് 35-അംഗ ടീമുണ്ട്. അങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അത് കാര്യമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇനി ജനവാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഒരു പരിശോധന നടക്കുന്നു എന്നറിയുന്നു. അതിൽ എത്രത്തോളം ഒരു നമുക്കത് അങ്ങനെ ഒരു പരിശോധന ഔദ്യോഗികമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ? ഞങ്ങളെല്ലാ പരിശോധനയും നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ചേർന്ന മീറ്റിംഗിൽ ഫോഴ്സസ് അവര് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. തെരച്ചിലിന്റെ കാര്യത്തിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാ ഫോഴ്സസും, NDRF ആയിക്കൊള്ളട്ടെ, പോലീസ് ആയിക്കൊള്ളട്ടെ, SOG ആയിക്കൊള്ളട്ടെ, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ആയിക്കൊള്ളട്ടെ,
എന്നാലും എല്ലാ ശ്രമവും ഇനിയും നമുക്ക് പറ്റുന്നതുപോലെ ചെയ്യാമെന്നാണ് പൊതുവെ ഞങ്ങളെ യോഗം വിലയിരുത്തിയത്. ഇനി അവിടെ താമസയോഗ്യമാണോ ഈ സ്ഥലങ്ങൾ? എന്താണ് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതൊക്കെ. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അതെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം. ആ പ്രദേശങ്ങൾ താമസയോഗ്യമല്ല എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ താമസയോഗ്യമാണോ എന്നുള്ള കാര്യം ഒരു വിദഗ്ധ സമിതി, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വിദഗ്ധ സമിതി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരം.